ഹജ്ജിൻ്റെ വിളംബരം മുഴക്കി ഹജ്ജാജുമാരായി ഹാജിമാരായും ഹാജമാരായും ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നുള്ള ഓരോ പ്രദേശത്തിൻ്റെയും പ്രതിനിധികൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവൻ്റെ അതിഥികളായിട്ട് കടന്നു പോകാൻ. അതുകൊണ്ട് ഹജ്ജാജുമാർ അള്ളാഹുവിൻ്റെ അതിഥികളാണ്, ഗവൺമെൻറ്റിൻ്റെ അതിഥികളല്ല, സൗദി സർക്കാരിൻ്റെ അതിഥികളല്ല. ഓരോ മുസാഫർ ഖാനയിലേക്കും എയർപോർട്ടിലേക്കും ഹജ്ജാജുമാരെ സ്വാഗതം ചെയ്തിട്ട് സർക്കാരുകളും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ ഉയർത്തിക്കെട്ടിയ കമാനങ്ങളിൽ നിഗുപ്തകളിൽ പ്രത്യക്ഷപ്പെടുന്ന എഴുത്തുകൾ അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് സ്വാഗതം എന്നാണ്. ഹജ്ജിന് പോകുന്ന ആളുകൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അതിഥികളായത്? അള്ളാഹു തആല ശൂന്യമായ മരുഭൂമിയിൽ വെച്ച് ഇബ്രാഹിം നബിയോട് പറയാൻ, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, അങ്ങ് മുഅദ്ദിനാകണം, അങ്ങ് അനൗൺസറാകണം. അദ്ദന യുഅദ്ദിനു എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു എന്നാണ്. അതുകൊണ്ടാണ് മുഅദ്ദിൻ, നിസ്കാരത്തിലേക്കുള്ള വിളംബരം നടത്തുന്ന ആളാണ് മുഅദ്ദിൻ. ലോക ചരിത്രത്തിൽ അള്ളാഹു ഏൽപ്പിച്ച മുഅദ്ദിനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. കാരണം ഹജ്ജ് എന്ന് പറയുന്ന ഒരു ആനുവൽ കോൺഫറൻസിനെ പറ്റി ജനങ്ങളോട് അങ്ങാണ് വിളംബരം നടത്തേണ്ടത്. എനിക്ക് വേണ്ടി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അപ്പോഴാണ് ഇബ്രാഹിം നബി ചോദിച്ചത്, പഠിച്ചോനെ, വിജനമായ ഈ ശൂന്യമായ മരുപ്പറമ്പിൻ്റെ വിജനതയിൽ ഞാൻ ആരോട് വിളിച്ചു പറയാൻ? എൻ്റെ വിളംബരം, എൻ്റെ വിളിയാളം ആര് കേൾക്കാൻ? അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഫഅലൈനൽ ബലാഗ്, അങ്ങ് വിളിക്കാനുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചാൽ മാത്രം മതി. അത് എത്തിച്ചു കൊടുക്കേണ്ട കർണപുടങ്ങളിലേക്ക് എത്തിക്കൽ എൻ്റെ കർത്തവ്യമാണ്. അങ്ങനെ അള്ളാൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ ഭാഗ്യമുണ്ടായ സ്ത്രീകളും പുരുഷന്മാരുമാണ് ചട്ടം കെട്ടിയിട്ട് ഹജ്ജിന് പുറപ്പെടുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് നമ്മൾ യാത്രയപ്പ് കൊടുക്കുന്നു. അള്ളാഹുവിൻ്റെ അതിഥികളെ കൈപിടിച്ചിട്ട് നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിക്കുന്നു. അവർ തന്നെ മറ്റൊരാളായി മാറുന്നു ആ സുഹൃതം ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇസ്ലാമിൽ ഏത് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുകയാണെങ്കിലും അതിനകത്തൊരു ലോജിക്ക് ഉണ്ടാകും. ഇപ്പം നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ നിസ്കാരത്തിൻ്റെ ഒരു അതിൻ്റേതായിരിക്കുന്ന ഒരു ഹെൽത്തി പേഴ്സ്പെക്റ്റീവ് നമുക്ക് പറയാനുണ്ടാകും. നിസ്കാരത്തിൻ്റെ ആരോഗ്യവശങ്ങൾ അങ്ങനെ കുറേ ആളുകൾ സംസാരിക്കാറുണ്ട്. ഇസ്ലാമേതര വിശ്വാസികൾ തന്നെ ഇസ്ലാമിൻ്റെ നമസ്കാരത്തെപ്പറ്റി, നമസ്കാരത്തിൻ്റെ അകത്തുള്ള സാഷ്ടാംഗം ചെയ്യലിനെപ്പറ്റി, നിസ്കാരത്തിൻ്റെ മുന്നോടിയായിട്ട് സത്യവിശ്വാസികൾ നിർവഹിക്കുന്ന അംഗസ്നാനം എന്ന് പറയുന്ന വുളൂഇനെ പറ്റിയൊക്കെ വളരെ വാതോരാതെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിന് ആരോഗ്യപരമായ മേന്മകളെ, ഫീച്ചറുകൾ വരെ എഴുതാറുണ്ട്. വ്രതാനുഷ്ഠാനവും ഭിന്നമല്ല. നോമ്പിനെ പറ്റി, നോമ്പിൻ്റെ ഒരുപാട് ആരോഗ്യവശങ്ങളെപ്പറ്റി ഒരുപാട് ആരോഗ്യ വിദഗ്ധരും ഡോക്ടർമാരും ചിന്തകരൊക്കെ പങ്കുവെക്കാറുണ്ട്. വിശിഷ്യ ഇസ്ലാം മതത്തിലെ വ്രതം എന്ന് പറയുന്നത് ഇതര മത അനുഷ്ഠാനങ്ങളിലെ വ്രത ചിട്ടകളെ പോലെയല്ല. ഇസ്ലാം മതത്തിലെ വ്രതാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ അത് അത്രമേൽ മേത്തരം ആഴത്തിലേക്ക് സ്പർശിക്കുന്ന ഒരു നോമ്പാണ്. കാരണം ഉമനീരിൻ്റെ കൂടെ കഫം പോലും ഇറങ്ങാൻ പാടില്ല. വേറെ മത ആചാരങ്ങളിലൊക്കെ തന്നെ വ്രതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അരിഭക്ഷണം വർജിച്ചാൽ, ചിലപ്പോൾ മത്സ്യാദികൾ വിഭാടനം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വ്രതമാകുന്ന അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അതേസമയം 14-15 മണിക്കൂറൊക്കെയാണ് ഇസ്ലാം മതവിശ്വാസികൾ നോമ്പെടുക്കുന്നത്. അപ്പോൾ അതിന് ആരോഗ്യപരമായ വശമുണ്ട്. പക്ഷേ നമ്മൾ നോമ്പെടുക്കുന്നത് ആരോഗ്യപരമായ വശം മാത്രം കണ്ടിട്ടല്ല. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാനാണ്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ ഒരു വശമുണ്ട്. മദ്യം, അതുപോലെ തന്നെ ചൂതാട്ടം, അല്ലേ? ഇതൊക്കെ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലേക്ക് അടുക്കാതിരിക്കുന്നതിലും ഒരുപാട് ലോജിക്കുകൾ നമുക്ക് കിട്ടും. സക്കാത്ത് കൊടുക്കുന്നതിൽ സാമ്പത്തികമായ വലിയൊരു ലോജിക്ക് കിടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, അങ്ങനെ ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളിൽ എണ്ണപ്പെട്ട ഇതര അനുഷ്ഠാനങ്ങൾക്കൊക്കെ ലോജിക്ക് ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദി ലോജിക് ഓഫ് ഹജ്ജ്? ഹജ്ജ് എന്ന് പറയുന്ന ഒരു തീർത്ഥാടനത്തിൻ്റെ ഒരു ഹിക്മത്ത്, അതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? നമ്മൾ കഅബാലയത്തെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസിൽ, ക്ലോക്ക് തിരിയുന്ന ഘടികാര സൂചിയുടെ വലതുഭാഗത്തേക്കുള്ള കറക്കത്തിന് നേരെ വിരുദ്ധമായി ആൻറ്റി ക്ലോക്ക് വൈസിൽ കഅബയെ ഇടതുഭാഗത്താക്കിയിട്ട് വിശ്വാസികൾ പോയിട്ട് എന്ത് ചെയ്യാണ്? വലയം ചെയ്യാണ്, പ്രദക്ഷിണം ചെയ്യാണ്. പിന്നെ 2 കുന്നുകൾക്കിടയിൽ ഓടുകയാണ്, പിന്നെ മുടി മുറിക്കുകയാണ്, തഹല്ലുലാവുകയാണ്. മിനായിലേക്ക് ഹജ്ജിൻ്റെ ചടങ്ങാണെങ്കിൽ, ഉംറ എന്ന് പറഞ്ഞാൽ ഹജ്ജുൽ അസ്ഗർ, ഒരു ചെറിയ ഹജ്ജാണ് ഉംറ. ആ ഉംറയിലും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി ഹജ്ജ് എന്ന് പറയുന്ന ഹജ്ജിലേക്ക് കടന്നാലോ,
തർവിയത്തിൻ്റെ ദിവസം മിനായിലേക്ക് പോകുന്നു, അറഫാൻ്റെ ദിവസം അറഫാത്തിലേക്ക് പോകുന്നു, പിന്നെ പിറ്റേ ദിവസം യൗമുൻ നെഹറാണ്. നേരെ മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് തിരിച്ചു വന്ന് കല്ലേറുകൾ നടത്തുന്നു, മുടി മുറിക്കുന്നു, മൃഗത്തെ ബലികർ അറുക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ലോജിക്ക് ഇപ്പം എന്താണ് അല്ലേ? എല്ലാ ആളുകളും അവിടെ പോയിട്ടത് ചെയ്യണം. നോമ്പാണെങ്കിൽ നമ്മൾ ഏത് രാജ്യത്താണുള്ളത് അവിടെ മാസം കാണുന്നതിനനുസരിച്ചാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. നിസ്കാരമാണെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്താണ്, അത് ഫ്ലൈറ്റിലാവാം, ട്രെയിനിലാവാം, ഷിപ്പിലാവാം, പറമ്പിലാവാം, പാടത്താവാം. നിസ്കാരം സമയമായി കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മൾ നിർവഹിക്കാന്നാണ്. പക്ഷേ ഹജ്ജിൻ്റെ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ലോകത്തിൻ്റെ ഏത് ഓണം കയറാ മൂലയിലുള്ളവരും അവിടെ എത്തണം എന്ന് പരിശുദ്ധ റബ്ബിൻ്റെ കൽപ്പനയാണ്. അതാണ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ലോകത്തിൻ്റെ ഏതൊക്കെയോ കുഗ്രാമങ്ങളിൽ നിന്ന് മെലിഞ്ഞൊട്ടിയ മൃഗങ്ങളുടെ മുകളിൽ യാത്ര ചെയ്തിട്ടെങ്കിലും അങ്ങയുടെ വിളിക്കുത്തരം നൽകിയ ആളുകൾ ഹജ്ജിന് വരും ഇബ്രാഹിം നബിയെ. അപ്പോൾ ആ ഹജ്ജിന് അവരൊക്കെ പ്രൗഢിയോടുകൂടെ യാത്രയാക്കുമ്പോൾ തന്നെ ഈ ചരിത്രപരമായ പോരിശകൾ അവരെ പറഞ്ഞേക്കുന്ന, അവർക്ക് ഫെയർവെൽ ഫംഗ്ഷൻ കൊടുക്കുന്ന നമുക്ക് വേണം. ഹജ്ജ് കഴിഞ്ഞ് അവർ വരുമ്പോൾ അവർക്ക് വെൽക്കം പാർട്ടി കൊടുക്കുന്ന നമുക്ക് വേണം. അപ്പോഴാണ് ഹജ്ജിൻ്റെ ഒരു ആത്മാവ് ഹജ്ജിന് പങ്കെടുക്കാത്തവരിൽ പോലും കുടികൊള്ളുക. ചെരുപ്പ് കുത്തിയുടെ ഹജ്ജ് സ്വീകരിച്ച റബ്ബ നമ്മളെ റബ്ബ്. ഫിസിക്കലി ആളവിടെ പോയിട്ടില്ല, ആളെ അറ്റൻഷൻ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ പണ്ഡിതന്മാർ സ്വപ്നം കണ്ടിട്ട് പറഞ്ഞു ചെരുപ്പ് കുത്തിക്കും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം മനസ്സുകൊണ്ട് തീർത്ഥാടനം നടത്താൻ കൂടി ഹജ്ജിൻ്റെ വേളയിൽ നമുക്കൊക്കെ സാധ്യമാകണം. ഹജ്ജ് രാവിൻ്റെ ദിവസങ്ങളിലൊക്കെ അപ്പം ചുട്ട് അല്ലെങ്കിൽ നോമ്പെടുത്ത് അതിനോട് കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ വീട്ടിലതൊരു ചർച്ചയാവാൻ. ഹജ്ജ് രാവാണ്, അറഫാൻ്റെ ദിവസമാണ്. ഹജ്ജാജിമാർ പരിശുദ്ധമായിരിക്കുന്ന പുണ്യസ്ഥലങ്ങളിൽ പോയി തമ്പടിച്ചിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്ന സന്ദർഭമാണ് അല്ലേ? ഹജ്ജൊരു വികാരമാണ്, തീർത്ഥാടനം, ദേശാടനം എന്നൊക്കെ പറയണ മാതിരി. ദേശാടനം എന്ന് പറഞ്ഞാൽ ദേശങ്ങൾ താണ്ടി പോകുന്ന ഒരു യാത്രയാണ് ദേശാടനം. പക്ഷെ അത് തീർത്ഥം എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ അതിൻ്റെ താല്പര്യം എന്താണ്? ശുദ്ധം. ഇറ്റ് ഈസ് വെരി പ്യൂർ ആണ്, അത് പരിശുദ്ധമാണ്. അങ്ങനെ തീർത്ഥാടനമാണ്. സാധാരണ ഒരു ദേശാടനമല്ല ഹജ്ജിൻ്റെ യാത്ര, അത് തീർത്ഥാടനമാണ്. അത് പരിശുദ്ധിയുള്ള ഒരു യാത്രയാണ്. സംസം വെള്ളം സാധാരണ ഒരു ജലമല്ല, അത് തീർത്ഥജലമാണ്, അത് പരിശുദ്ധിയുള്ള ഒരു ജലധാരയാണ്. അങ്ങനെ തീർത്ഥമാണ് ഹജ്ജ് എന്ന് പറയുന്നത്, വിശുദ്ധിയാണ് എന്നർത്ഥം. ആ ഹജ്ജിൻ്റെ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങൾ മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ ദുൽമ ചെയ്യാൻ പാടില്ല. ആ 4 മാസങ്ങൾ ഇസ്ലാമിൽ പരമപരിശുദ്ധമാണ് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ. അപ്പോൾ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ അള്ളാഹു ഖുർആനിൽ തന്നെ സത്യം പറഞ്ഞ ദിവസങ്ങളാണ്. ഖുർആനിൽ അള്ളാഹു ഒരു സ്ഥലത്തിൻ്റെയോ ഒരു മാസത്തിൻ്റെയോ ഒരു ദിവസത്തിൻ്റെയോ ഒരു ചരിത്രത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സംഭവത്തിൻ്റെയോ ഒക്കെ പശ്ചാത്തലം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ ഭൂമിയിൽ തന്നെ പ്രത്യേകതയുണ്ട്. കാരണം അത് ചരിത്രകാരന്മാർ എണ്ണിത്തിട്ടപ്പെടുത്തിയതല്ല, അത് അള്ളാഹു അവൻ്റെ അസലിയായ കലാമ് കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഖുർആനിൽ ഇടം നേടുക എന്ന് പറഞ്ഞാൽ ഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഖുർആനിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ അല്ലേ? ആ 10 ദിവസങ്ങളുടെ സംഭവ വികാസങ്ങളെ ഖുർആൻ പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് വസമൂദ الذين جابوا الصخر بالواد وفرعون ذي الأوتاد. എല്ലാം പറയാൻ അല്ലേ? ജബാബിർ, പഴയകാലത്തെ അഹങ്കാരികൾക്കുണ്ടായ പതനത്തെയാണ് ഈ വൽ ഫജ്ർ എന്ന സൂറത്തിലൂടെ അള്ളാഹു നമ്മളെ മുമ്പിൽ വിശദീകരിക്കുന്നത്. ഹജ്ജ് ഒരു മനുഷ്യന് വളരെ മുച്ചൂടും പരിശുദ്ധി കൊണ്ട് അഭിഷേകം ചെയ്യാനുള്ള ഒരു സുവർണ നിമിഷമാണ്. എല്ലാം അതാണ് ഹജ്ജ്. ലൈസ ലിൽ ഹജ്ജിൽ മബ്റൂർ ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ വേറെ പ്രതിഫലമില്ല. വേറെ പ്രതിഫലം പഠിച്ചവന് കൊടുക്കാനുള്ളത് സ്വർഗ്ഗമാണ്. അപ്പം ഹജ്ജായവൻ സ്വർഗസ്ഥനാണ് എന്നത് അവിതർക്കിതമായൊരു കാര്യമാണ്. എങ്ങനെ ഹജ്ജ് മബ്റൂറായാൽ? ശുദ്ധ നബിയോട് ചോദിക്കുന്നുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ മബ്റൂറും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാവാൻ നിങ്ങൾ ദ്വാരക്കണം അല്ലേ? എന്നിട്ട് നമ്മൾ തന്നെ ദ്വാരക്കും ഹജ്ജം മബ്റൂറ. എന്താ ഈ മബ്റൂറായ ഹജ്ജ്? ഹജ്ജ് മബ്റൂറാകാനുള്ള ഒന്നാമത്തെ കാരണം ഹുസ്നുൽ ഖുൽഖാണത്രേ, സ്വഭാവമാണ്. ഹജ്ജിലൊന്നും ചെല്ലല്ലോ.
ഹജ്ജിൻ്റെ വേളയിലോ ഉംറയുടെ വേളയിലോ ഒരു മനുഷ്യൻ നിർബന്ധമായും അധരങ്ങളെ കൊണ്ട് മൊഴിയാൻ ഒരു വാക്ക്, ഒരു ഹർഫ് പോലും ഇല്ലല്ലോ. ഫുള്ള് ചെയ്യലാണ്, ആക്ടിവിറ്റീസാണ്. അപ്പോൾ അവിടെ നന്നായി അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ഒരു വീട്ടിൽ തന്നെ 3 ആളുണ്ടെങ്കിൽ 3 ആൾക്കും 3 തരം ഭക്ഷണം. ഒരാൾക്ക് ഉപ്പ് കുറഞ്ഞത്, ഒരാൾക്ക് പൊരിച്ചത്, ആ പൊരി തന്നെ കൂടുതലായത്, മറ്റേ ആൾക്ക് കൂടുതലാവാത്തത്. എന്തൊക്കെ ടേസ്റ്റുകളാണ്, എന്തൊക്കെ അഭിരുചികളാണ്. അതിനൊരു മാതാവ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കംഫർട്ട് സോണിലായിരിക്കും പല ആൾക്കാരും. പ്രത്യേകിച്ച് മഹലിലൊന്നും വിട്ടു പോയിട്ടുണ്ടാകില്ല. രാത്രി വീട്ടിലേക്ക് വരിക, കുറച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഇറങ്ങുക. അവർക്ക് കംഫർട്ടായിരിക്കും. വാഷ്റൂം കംഫർട്ടായിരിക്കും, സിറ്റ് ഔട്ട് കംഫർട്ടായിരിക്കും, വീട്ടിലെ വ്യക്തികൾ കംഫർട്ടായിരിക്കും, അവനാൻ്റെ കൺസേൺസൊക്കെ നടക്കുന്നുണ്ടാകും. അപ്പോൾ ആ ഫെസിലിറ്റീസിൻ്റെ ഇടയിൽ നിന്നാണ് ഒരാൾ ഹജ്ജിന് ഞെരുങ്ങി പുറപ്പെടുന്നത്, അല്ലേ? മിനായിൽ പോയി ടെൻറ്റിൽ കിടക്കുകയാണ്. അവിടെ നമ്മളെ മേൽവിലാസമല്ല, നമ്മളെ പത്രാസ് നമ്മളെ കൂടെ വരില്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഹജ്ജ് എന്ന് പറയുന്നത് ഇപ്പോൾ ജാബിർ സുലൈമിൻ്റെ ഈ അടുത്ത് അദ്ദേഹം രചിച്ച് മലയാളികളുടെ മുമ്പിലേക്ക് പാടിത്തന്ന പാട്ട് തന്നെ വളരെ ഹജ്ജുമായി ബന്ധപ്പെട്ട, അത് വളരെ ശ്രദ്ധേയമാണ്. വമ്പ് നടിച്ച് വിമാനം കയറിയിട്ട് ഹജ്ജിന് പോകണ്ട, ലബ്ബൈക്കെന്ന ബൈക്ക് മൽ കയറിയിട്ട് ഹജ്ജിന് പോയിക്കോ. ആ 2 വരിയിലെല്ലാം കിടക്കുന്നുണ്ട്. ലബ്ബൈക്ക് എന്ന് പറയുന്ന ബൈക്കുമ്മ കയറിപ്പോയാൽ മതി, വമ്പ് നടച്ച് വിമാനം കയറിയിട്ട് ഹജ്ജിന് പോകണ്ട എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ വൈമാനിക യാത്ര തന്നെയാണ് ഹജ്ജിനുള്ളത്. പക്ഷേ ഹജ്ജ് പ്രിവിലേജും പ്രസ്റ്റീജും അല്ല. പിന്നെ അത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് എന്നത് പത്രാസല്ല, ഫക്കീറാണെന്ന മൊഴിയാണ്. ഫക്കീറാണ്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് മേൽവിലാസം ഉണ്ട് എന്നുള്ളതല്ല, പത്രാസല്ല, നമ്മൾ അഡ്രസ്സല്ല. ഞാൻ ഹാജിയാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞോട്ടെ, അത് പത്രാസും മേൽവിലാസവും അല്ല. ഹജ്ജിന് അകക്കാമ്പുണ്ട് എന്നുള്ളതാണ്. ഹജ്ജൊരു മനുഷ്യന് മരണത്തെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഓരോ പുരുഷനും 2 വസ്ത്രം, ഇന്നർ വിയർ പോലുമില്ല, അല്ലേ? അകത്ത ഡ്രസ്സുകൾ പോലുമില്ല. 2 വസ്ത്രമാണ് അവൻ്റെ ആകെയുള്ള മേനിയിലുള്ളത്. ഒന്ന് ഇസാർ, അവൻ്റെ അരമുണ്ടാണ്, ഒന്ന് മേൽമുണ്ടാണ്. ഈ 2 മുണ്ടിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അതിലേക്ക് ആഡ് ഓൺ ഒരു ശീല കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ മയ്യത്താണ്. എൻ്റെ യഥാർത്ഥ യാത്ര, ഈ ഹജ്ജ് യാത്രയുടെ ഓർമ്മകൾ, അതാണ് എൻ്റെ യഥാർത്ഥ യാത്ര. അതുകൊണ്ട് ഹജ്ജ് ഒരു വായിലാണ് എന്നാണ്. ഹജ്ജ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വഅദ് പറഞ്ഞു തരുന്ന ആളാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. തറക്തു ഫീക്കും വാഇളൈൻ. വിശുദ്ധ പ്രവാചക തിരുമേനി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 വഅദ് പറയുന്ന ആളുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വിരാമം കുറിച്ച് വിട പറഞ്ഞു പോകുന്നത്. ആ 2 ആളുകൾ നിങ്ങളോട് വഅദ് പറഞ്ഞു തരുന്നതാണ്. നാത്തിഖൻ വസ്വാമിത. ഒരു വഅദ്കാരൻ സംസാരിക്കുന്ന വഅദ്കാരനാണ്, മറ്റൊരു വഅദ്കാരൻ മൗനം പാലിക്കുന്ന വഅദ്കാരനാണ്. ഫന്നാത്തിഖു അൽ ഖുർആൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉപേക്ഷിച്ചിട്ട് പോയ 2 വഅദ്കാർ ആരാണ്? സംസാരിക്കുന്ന വഅദ്കാരൻ അത് നിങ്ങൾ പാരായണം ചെയ്യുന്ന വേദഗ്രന്ഥമാണ്. വസ്വാമിതു അൽ ഹജ്ജ്. മൗനിയായ വായല് അത് തീർത്ഥാടനമാണ്, അള്ളാഹുവിലേക്കുള്ള തീർത്ഥാടനം. ഹജ്ജ് ശരിക്കും റബ്ബുക്കുള്ള തീർത്ഥാടനമാണല്ലോ, അല്ലേ? നാഥനിലേക്കുള്ള തീർത്ഥാടനമാണ്. അതുകൊണ്ട് മരണത്തെ ഓർക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ മരണത്തെ ഓർക്കണം എന്നാ. ഈ 2 ഡ്രസ്സിലേക്ക് ഒരു ഡ്രസ്സ് കൂടിയാണ്ട് കൂട്ടിയാൽ പിന്നെ ആഖിറത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്, പരലോകത്തെ മഹ്ശറിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മിനായിൽ പോയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അത് മഹ്ശറാണ് എന്നാണ്. മിന ഖബറാണ് എന്നാണ്. മിനായിൽ പോയിട്ട് ഇങ്ങനെ വീതി കുറഞ്ഞ ബെഡിൻ്റെ മുകളിൽ പല ആൾക്കാരും, പല നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ, എൻ്റെ അപ്പുറത്തെ ഖബറാളി ആരാൻ, ഇപ്പുറത്തെ ഖബറാളി ആരാൻ, ഞെരുങ്ങിക്കിടക്കാൻ, ഞെരുങ്ങിയൊരു ടെൻറ്റിൻ്റെ ഉള്ളിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ കിടക്കാൻ. അത് ഖബർ ബോധ്യപ്പെടുത്താൻ. അത് കഴിഞ്ഞ് അറഫാത്തിലേക്ക് പോകുമ്പോൾ അറഫ കുന്നിൻ്റെ മുകളിൽ പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ അൽ ഹജ്ജു അൽ അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അതുകൊണ്ട് അറഫയിൽ ആ ഒരു കുറഞ്ഞ പീരീഡ് ഉണ്ടല്ലോ, ആരും ഇടവും വലവും നോക്കൂല. എൻ്റെ കണ്ണീരാരെങ്കിലും കാണുമോ എന്നുള്ള ആലസ്യമോ അല്ലെങ്കിൽ അമാന്തതയോ ഒരാൾക്കുണ്ടാകൂല. കാരണം അറഫയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അയാൾക്ക് കൊടുക്കാതിരുന്നിട്ടില്ല. ഇബ്ലീസ് 2 പ്രാവശ്യം മുഖത്തേക്ക് മണ്ണ് വാരിയിട്ട് നെഞ്ചത്തടിച്ച് കരയുന്നത് ഞാൻ കണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് ബദറിൻ്റെ ദിവസമാണ്, 2ാമത്തെ ദിവസം അത് അറഫയുടെ ദിവസമാണ്.
അറഫയുടെ ദിവസം, ബദറിൻ്റെ ദിവസം പിന്നെ നമ്മൾ പറയണ്ട. മലായിക്കത്ത് വന്ന് ഇബ്ലീസ് എടുത്ത പണിയൊക്കെ ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞ് ഒരു പ്രതീക്ഷയില്ലാതെ ന്യൂനപക്ഷങ്ങൾ വിജയശ്രീലാളിതരായി എന്നുള്ളതാണ് ബദറിൻ്റെ ഐതിഹാസികത. അറഫയുടെ ഐതിഹാസികത എന്താണ്? ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും വന്ന ആളുകൾ അള്ളാഹിനോട് കണ്ണ് കലക്കിയിട്ട് തേടിയപ്പോൾ അവരെ തേട്ടങ്ങൾക്കൊക്കെ അള്ളാഹു നിരുപാധിക ഉത്തരം കൊടുത്തു. നിങ്ങൾ അറഫയിലാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ ചോദ്യത്തിന് ഇജാബത്തുണ്ട്. അപ്പോൾ ഇബ്ലീസ് ഒരു കൊല്ലെടുത്ത പണിയൊക്കെ വെറുതെ ആവാൻ. കാരണം അറഫയിൽ ചോദിക്കുന്നത്, ആ ആളുകളൊക്കെ ചോദിക്കുന്നത് അവനാനും വേണ്ടിയിട്ടല്ല. നമ്മളെ വളാഞ്ചേരിയിൽ നിന്ന് ഒരാൾ ഹജ്ജിനെ യാത്രയാക്കുമ്പോൾ കുടുംബക്കാരാകട്ടെ കൂട്ടുകാരാകട്ടെ കൈ പിടിച്ച് പറയണ എന്താ? ഞങ്ങൾക്ക് ദ്വാരക്കണം കേട്ടോ. അപ്പോൾ ആ ഹാജി അവിടെ പോയി പറയാണ്, വലിമൻ ഔസ്വാന ബിദ്വാ, പഠിച്ചോനെ നാട്ടിൽ നിന്ന് ഞങ്ങളോട് ദ്വായ കൊണ്ട് വസിയത്ത് ചെയ്ത കുറേ പാവങ്ങളുണ്ട് കേട്ടോ, ഈ അറഫയിലാണ് ഞാൻ ദ്വാരക്കണത്. ആ ദ്വായ തട്ടപ്പെടുമോ? നമ്മൾ നേടല്ലേ? ആര്? അവിടെ പോവാത്ത നമ്മൾ നേടാൻ ആരിലൂടെ? അറഫയിലുള്ള ഹാജയുടെ ദ്വായിലൂടെ. അതുകൊണ്ട് അറഫ ഒരു മൈതാനമാണ്. ലക്ഷോപലക്ഷം ജനങ്ങൾ ഇടവും വലവും നോക്കാതെ ആരും ഒരാളെയും ശ്രദ്ധിക്കാത്ത മൈതാനം. ഇങ്ങനെ ആരെയും ശ്രദ്ധിക്കാത്തൊരു മൈതാനം നമുക്കൊക്കെ വരാനുണ്ട്. അത് മഹ്ശറയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. ആരും മൈൻഡാക്കൂല. കാരണം ലികുല്ലിംബ്രിഇം മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. ഓരോരുത്തരും അവരവരുടെ ബേജാറിലാണ്. ബേജാർ സ്വസ്ഥതയില്ല, അസ്വസ്ഥതയാണ്. സമാധാനമില്ല, സ്വസ്ഥതയില്ല, ബേജാറാണ്, അസ്വസ്ഥതയാണ്. ഇങ്ങനെ അറഫയിൽ ഒരു തരം അസ്വസ്ഥത ഉണ്ടാകുന്ന വികാരത്തള്ളിച്ച എൻ്റെ കണ്ണീരാരെങ്കിലും കാണുമെന്നുള്ള പേടിയല്ല. അതുകൊണ്ട് അതും മഹ്ശറയെ ബോധ്യപ്പെടുത്തുന്നു. പുണ്യനബി പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, എഴുതു അൽ മരീള, നിങ്ങളൊക്കെ നാട്ടിലുള്ള രോഗികളെ പോയി എഴയാത സന്ദർശിക്കണം. വത്തബിഉ അൽ ജനായിസ, എവിടെയെങ്കിലും മരണം നടന്നാൽ ജനാസയെ നിങ്ങൾ ഫോളോ ചെയ്യണം. തുദക്കിറുക്കുമുൽ ആഖിറ, ഈ രോഗിയെ കാണുന്നതും ഈ ജനാസയെ ഫോളോ ചെയ്യുന്നതും പോകുന്ന നിങ്ങൾക്ക് ആഖിറത്തിനെ റിമൈൻഡർ കോളായിട്ട്, ആഖിറത്തിനെ ഇങ്ങനെ ബോധിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി നിങ്ങളുടെ മുമ്പിൽ പരിവർത്തിപ്പിക്കപ്പെടുന്നതാണ്. പിന്നെ ഹജ്ജിന് പോകുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം ചെയ്ത ആൾക്കാരല്ലേ. ഹജ്ജ് മരണശേഷമുള്ളതും അനുസ്മരിപ്പിക്കുന്നു എന്നാണ്. ഹജ്ജ് വേളയിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ ഹാജിയുടെ വിധി എന്താണ്? ഇഹ്റാമിലാണ്, മുഹരിമാണ്. അയാൾ മുഹല്ലിൽ തഹല്ലുലായ ആളല്ല, മുഹരിമാണ്. ഹജ്ജിന് ഇഹ്റാം കെട്ടിയ ഒരാൾ ഹജ്ജ് വേഷത്തിലുണ്ടാവുക. ആകുള്ളത് ഒരു അരയുടുപ്പും പിന്നെ ഒരു മേൽമുണ്ടുമാണ്. ആ ഹജ്ജ് വേഷത്തിലുള്ള ആളെ അങ്ങനെ തന്നെ മറവ് ചെയ്യണം. അങ്ങനെ തന്നെ തല മറക്കാൻ പാടില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ തല മറക്കും. സ്ത്രീയാണെങ്കിൽ സ്ത്രീയുടെ മുഖം മൂടും. സ്ത്രീയാണെങ്കിൽ അവിടെ ഹജ്ജ് ചെയ്യുന്ന വേളയിൽ മുഖം മൂടരുത്. പുരുഷനാണെങ്കിൽ നിങ്ങൾ തലമറക്കരുത്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഞങ്ങൾ അറഫയിൽ നിൽക്കുന്ന നേരത്ത് ഒരാൾ ഒട്ടകപ്പുറത്ത് ഹജ്ജിന് വന്നു. ഒട്ടകം ഒന്ന് മോട്ട് കാണിച്ചപ്പോൾ തെറിച്ചു വീണു. അയാൾ കഴുത്ത് കുത്തിയിട്ടാണ് മരുപ്പറമ്പിൽ വീണത്. കഴുത്തൊടിഞ്ഞിട്ട് അയാൾ അവിടെ വെച്ച് മരിക്കുകയാണ്. അപ്പം പരിശുദ്ധ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വിദഗ്ധർ വന്നിട്ട് മരണമുറപ്പാക്കണം. മരണമുറപ്പാക്കിയതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, യഗ്സിലൂഹു ബിമാഇൻ വസിദ്രിൻ, ഈ ഹജ്ജ് വേളയിൽ മരണപ്പെട്ടു പോയ ഈ നല്ല മനുഷ്യനെ വെള്ളം കൊണ്ടും താളി കൊണ്ടും നിങ്ങൾ കഴുകണം. സിദ്ർ താളിയാണ്. വകഫിനൂഹു ഫീ സൗബിഹി, ആ ഉടുത്ത വസ്ത്രത്തിൽ തന്നെ അയാളെ നിങ്ങൾ കഫൻ ചെയ്യൂ. ഫലാ തമസ്സൂഹു ബിത്തീബിൻ, കുന്തിരിക്കവും കർപ്പൂരവും മയ്യത്തിൻ്റെ മുകളിൽ തെളിയിക്കും പോലെ നിങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തെളിയിക്കരുത്. കാരണം അദ്ദേഹം മുഹരിമാണ്. ഇഹ്റാമിലുള്ള ആൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഫലാ തുഖമ്മിറൂ റഅസഹു, അയാളുടെ തല നിങ്ങൾ മറക്കരുത്. ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമ, കാരണം ആ മനുഷ്യൻ നാളെ 6 അടി മണ്ണിൽ നിന്ന് ഖിയാമത്ത് നാളിൽ എണീറ്റ് വരണം. മുലബ്ബിയാ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ആ മനുഷ്യൻ ഖബറിൽ നിന്ന് എണീറ്റ് വരുന്ന രംഗമാണ്.
ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് നമ്മൾ നാളെ മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അത് ചൊല്ലിയിട്ട് ആ ഹാജിമാരെ വേഷത്തിൽ വരും. ആരാണവർ? ഹജ്ജ് വേളയിൽ മരണപ്പെട്ടവരാണെന്ന് മുഹമ്മദ് മുസ്തഫ. യാ അല്ലാഹ്, അവർക്കൊക്കെ കിട്ടിയൊരു ഭാഗ്യം എത്രയാണ്! ഹിസാബ് പോലുമില്ല, ഹിസാബ്. നമ്മൾ പഴയ കാരണന്മാരൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കില്ലേ, ഉസ്താദുമാരെ വയല് കേട്ടിട്ട് അവിടെ പോയി മരണം ഒരാൾ ആഗ്രഹിക്കാൻ പറ്റൂല, മരണം ആഗ്രഹിക്കാൻ പറ്റൂല. പക്ഷെ കപ്പലിലൊക്കെ ഹജ്ജിന് പോകുന്ന ആൾക്കാർ, ചില മനുഷ്യന്മാർ നെയ്യത്ത് പോലെ അവിടെ പോയി ഹജ്ജ് വേളയിലൊക്കെ മരിച്ചു പോകാറുണ്ട്. അങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ്. അവരൊക്കെ ഇതിൻ്റെ പോരിശ മനസ്സിലാക്കിയിട്ടാണല്ലോ. മൻ ഖറജ മിൻ ബൈത്തിഹി, റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇനി ഇഹ്റാമിൽ എന്ന് മാത്രമല്ല, വീട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി ഇറങ്ങി, ഹാജൻ ഔ മുഅ്തമിറ, ഹജ്ജിന് വേണ്ടിയോ ഉംറയ്ക്ക് വേണ്ടിയോ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഫമാത, അങ്ങനെ മരിച്ചു. മിനിയാന്ന് പത്രത്തിൽ കണ്ടു, ഇന്തോനേഷ്യയിലെ ഒരു യുവതി ഹജ്ജിന് വേണ്ടി ആ ഫ്ലൈറ്റിൽ മുഴുവൻ ഇന്തോനേഷ്യക്കാരായ ഹാജിമാരാണ്. അവർ തൽബിയത്ത് ചൊല്ലുന്നു, അവർ ദിക്ർ ചൊല്ലുന്നു. പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടാകുന്നു, മരിക്കുന്നു. ആ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായ ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ മരണം സ്ഥിരീകരിക്കുന്നു. ഭർത്താവിനെ കൺവിൻസ് ചെയ്യിക്കുന്നു. ഒരു ശീലയിൽ പൊതിഞ്ഞ് ആ ഫ്ലൈറ്റിൻ്റെ സീറ്റുകൾക്കിടയിൽ ആ സഹോദരിയെ കിടത്തുന്നു. അവരെല്ലാവരും പിന്നെ ദ്വാരക്കാൻ. ആ സ്ത്രീയെപ്പറ്റി കൂടിയാണ് ഈ ഹദീസ് പരിശുദ്ധ നബി പറഞ്ഞത്. ആ സഹോദരി ഇപ്പോൾ ഇഹ്റാം കെട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ ഹജ്ജിന് പുറപ്പെട്ട യാത്രയിലാണ് മരിച്ചത്. ഉജ്രിയ ലഹു അജ്റുൽ ഹാജി വൽ മുഅ്തമിർ, ആ മനുഷ്യനും ആ പെണ്ണിനും ഹജ്ജ് ചെയ്തവൻ്റെ ഉംറ ചെയ്തവൻ്റെ കൂലി ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം നീയത്ത് ആ യാത്രയിൽ എന്തിനു വേണ്ടിയുള്ള നീയത്താണ്. യാ അല്ലാഹ്, വമൻ മാത മിൻ അഹദിൽ ഹറമൈൻ, ഇനി ഒരാൾ മരിച്ചത് ഹറമിൻ്റെ ഉള്ളിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഹറമിൻ്റെ പരിധിയിൽ വെച്ചാണ്. അത് മക്കത്തെ ഹറമാവാം, മദീനയിലെ ഹറമാവാം. ലൻ യുഹാസബ്, അങ്ങനെ ഇരു ഹറമുകളിൽ വെച്ച് മരണപ്പെട്ട ഒരാൾക്ക് നാളെ മഹ്ശറയിൽ ഹിസാബില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും പേടിച്ച് നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് മഹ്ശറയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഖീല ലഹു, അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് ഹറമുകളിൽ വെച്ച് മരണപ്പെട്ടു പോയ മനുഷ്യനോട് മഹ്ശറയിൽ വെച്ച് പറയാണ്, ഉദ്ഖുലുൽ ജന്ന, വേഗം ഓടിക്കോ, എനിക്ക് ഹിസാബില്ല. സ്വർഗത്ത് ആ രംഗൊന്ന് ചിന്തിക്കൂ എൻ്റെ സഹോദരങ്ങളെ. നിനക്ക് ഹിസാബില്ല, നീ പൊയ്ക്കോ. ആ വ്യക്തി പോണ പോക്ക് നോക്ക് നിങ്ങൾ. ആയിഷ ബീവി ഖുർആൻ്റെ ഒരു ആയത്തോതിയിട്ട് കരയാൻ. ഖാസിം റളിയല്ലാഹു അൻഹു ചില്ലാനം വാങ്ങാൻ അങ്ങാടിക്ക് പോയി തിരിച്ചു വന്നപ്പോഴും ആയിഷ ഇളയമ്മ അതേ ആയത്തോതാണ്. അപ്പോൾ ഖാസിം ചോദിക്കുകയാണ്, ഇളയമ്മ എന്താ നിങ്ങൾ ഈ ആയത്തുമ്പോൾ തന്നെ കൂടാൻ കാരണം? അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, എൻ്റെ ഏട്ടത്തിൻ്റെ മോൻ ഖാസിമെ, ഒരു കാര്യം മനസ്സിലാക്കണം. സിറാത്ത് പാലത്തെ പറ്റി ഖുർആൻ്റെ ആയത്തിൽ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം, നരകത്തിൻ്റെ മുകളിൽ അള്ളാഹു വലിച്ചു കെട്ടിയ ഒരു പാലം അല്ലേ. അഹദ്ദു മിനസ് സൈഫ്, വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു പെണ്ണിൻ്റെ നേരിയ മുടിയുടെ അത്ര കട്ടി മാത്രമുള്ള ആ പാലം കടന്ന് പോകണ്ടേ? പക്ഷെ ഉളുഹിയത്തറുത്ത ആൾക്കാർക്ക് അവിടെ ഒരു കടവ് വഞ്ചിയുണ്ട്, കടത്തു തോണിയുണ്ട്. ഏതാണത്? ഹജ്ജിൻ്റെ സീസണിൽ ഉളുഹിയത്തറുക്കുന്ന ആൾക്കാർക്ക്. അള്ളിമൂ ലഹായാക്കും, ഉളുഹിയത്തറുക്കുന്നവരെ, നിങ്ങൾ ഉളുഹിയത്തിന് വേണ്ടി തയ്യാറാക്കിയ നിങ്ങളുടെ മൃഗങ്ങളെ, ആടുമാടുകളെ നിങ്ങൾ മറ്റു മൃഗങ്ങളെ പോലെ കാണരുതേ. അവയെ നിങ്ങൾ ആദരിക്കണേ, അവക്ക് നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കണേ. എന്താണ് കാരണം? അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, ഫഇന്നഹാ അലസ്സിറാത്തി മത്വായാക്കും, സിറാത്ത് എന്ന പാലത്തിൻ്റെ മുകളിൽ കാല് വെക്കാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് ഒരു കടത്തുവഞ്ചിയുണ്ട്, ഒരു കടത്തുകാരനുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ തൻ്റെ മകനെ അറുക്കുന്നതിൻ്റെ പ്രതീകാത്മകമായിട്ട് നിങ്ങൾ അള്ളാഹുവിനെ ബലി കൊടുത്തിരിക്കുന്ന മൃഗമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാജി അവിടെ അല്ലേ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക, പുണ്യനബിയെ, അങ്ങ് അള്ളാഹ്ക്ക് വേണ്ടി പെരുന്നാൾ നിസ്കരിക്കൂ, ഫസ്വൻഹർ, എന്നിട്ട് നിങ്ങൾ അറുക്കൂ. ആ ഹാജറ ഉമ്മയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ഉപ്പയും ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന മകനും ഒക്കെ
അള്ളാൻ്റെ പരീക്ഷണത്തിൻ്റെ പാത്രങ്ങളായി ചെയ്തു കൂട്ടിയ സാഹസങ്ങളെ നമ്മൾ ഫോളോ ചെയ്യല്ലേ? അതൊരു മനാസിക്ക്, അതൊരു മനുഷ്യൻ്റെ ആരാധനയായി മാറല്ലേ? എന്തിനാ സഫാ മർവ കുന്നിൻ്റെ ഇടയിൽ നമ്മൾ ഓടുന്നത്? ഒരു ഉമ്മ ഓടിയതാണ് തൻ്റെ മകന് വേണ്ടി. എന്തിനാ നമ്മൾ മിനായിൽ പോകുന്നത്? ഒരു ബാപ്പ പോയതാണ് തൻ്റെ മകൻ്റെ കൈ പിടിച്ച്. എന്തിനാ നമ്മൾ ജംറക്ക് കല്ലെറിയുന്നത്? അവിടെ പിന്തിരിപ്പിക്കാൻ വന്ന ഇബ്ലീസിനെ ബാപ്പയും മകനും കല്ലെറിഞ്ഞതാണ്. അതൊരു ആരാധനയാവുക. അത് ഇലാ യൗമിൽ ഖിയാമ ലോകത്തെ സകല ജനങ്ങളും ഫോളോ ചെയ്യുക. അത് ശ്രദ്ധേയമായി മാറുക. ഒരു ഫാമിലി ലോകത്ത് ചർച്ച ചെയ്യപ്പെടുക. ആ ഫാമിലിയുടെ വേരാരാണ്? ഒരു പിതാവാണ്. ഒരു സസ്യം ഇങ്ങനെ വളരണമെങ്കിൽ ആ സസ്യത്തിനല്ല, അതിൻ്റെ ശിഖരങ്ങളിലല്ല, അതിൻ്റെ പഴങ്ങളിലല്ല, അതിൻ്റെ ഇലകളിലല്ല നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എവിടെയാണ്? അതിൻ്റെ മണ്ണിലാണ്. ആ മണ്ണിലൂടെ അതിൻ്റെ വേര് അതിനെ സ്വാംശീകരിക്കാൻ. ആ വേർക്ക് കൊടുക്കുമ്പോൾ അത് ഇലയിൽ കാണാൻ. ഇലയിൽ കാണാം വേരൂന്നിയതിൻ്റെ ആഴം അറിയാം. ഇലയിൽ 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 ഓരോ മരങ്ങളും എത്ര താഴേക്ക് പോയി എന്നുള്ളതും ഓരോ മരങ്ങളുടെ വേരിനും എത്ര പുഷ്ടി കിട്ടി എന്നുള്ളതും വേര് തൊഴന്നിട്ടല്ല നമ്മൾ നോക്കുക, ഇലയിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ വിലയിരുത്തുക. ഒരു കുടുംബം ഒരു വേരാണ്, നാരായ വേര്. ഒരു കുടുംബത്തിൻ്റെ നാരായ വേര് ഒരു ബാപ്പ. ആ ബാപ്പയ്ക്ക് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം പ്രതീക്ഷ അസ്തമിച്ചതിൻ്റെ ശേഷം കിട്ടുന്നൊരു മകന്, ആ മകനും ബാപ്പയും തമ്മിൽ വലിയൊരു ബോണ്ട് വരികയാണ്, അറ്റാച്ച്മെൻറ്റ് വരികയാണ്. പിരിക്കാൻ പറ്റാത്ത അത്ര വലിയ ബന്ധം. അതിൻ്റെ ഇടയിൽ ഒരു സ്വപ്നം കാണാൻ, ആ മകനെ ഇങ്ങനെ കഴുത്തറുത്തിട്ട് നിങ്ങൾ തന്നെ ബലി കൊടുക്കണം. ബലിദാനം അതിന് മുമ്പുണ്ടായിട്ടുണ്ട്. ഹാബീൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പുത്രൻ ബലി കൊടുത്തിട്ടുണ്ട് മൃഗങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി. സുലൈമാൻ നബി ബലി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല പ്രവാചകന്മാർ. പക്ഷേ ഇബ്രാഹിം നബിക്കുള്ള ബലി സ്വന്തം മകനാണ്. അതൊരു സ്വപ്നദർശനാണ്. പ്രവാചകൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് വഹയിന് തുല്യമാണ്. ആ ബലിയിൽ ഒരു പിതാവ് രക്ഷപ്പെട്ടതിനല്ലേ നമ്മൾ മൃഗത്തെ കൊടുക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി. നമ്മൾ ഉദ്ഹിയ്യത്ത് കർമ്മങ്ങളിൽ അവിടെ പങ്കെടുക്കുമ്പം ഏറ്റവും മുഞ്ചുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ തലേ ദിവസം അറുക്കാനുള്ള മൃഗങ്ങൾക്കൊക്കെ നല്ല മാലിട്ട് കൊടുത്തിട്ട് വീട്ടുകാർ മൊത്തം അവിടെ, പിന്നെ ഓരോ വീട്ടിലും അറവാണല്ലോ, ഓരോ വീട്ടിലും അറവാണ്. ബാപ്പി മക്കളും തന്നെ അറക്കണത്. അറവുകാരെ കൊണ്ടുവന്നിട്ടുള്ളൊരു അറവും കാര്യങ്ങളൊന്നും അവിടെ വീടുകളിൽ കാണൂല. ഓരോ വീട്ടിൻ്റെ ഉമ്മരത്ത് ഓരോ ഗ്രാമങ്ങളിൽ ആരാണ്? എല്ലാവരും കൂടിയാട് ആ വീട്ടിലൊക്കെ തന്നെ അതിനാവശ്യമായ ആയുധങ്ങൾ, സജ്ജീകരണങ്ങൾ, ആ പ്രൗഢിയോടുകൂടെയാണ് അക്കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ ആ മൃഗത്തെ അവർ മാലയിട്ട്, എന്നിട്ട് യൗമുൻ നഹറിൻ്റെ ബലി ദിവസത്തിൻ്റെ, നമ്മൾ പെരുന്നാളിനെ പറ്റി പറയുന്നത് എന്താ? ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാളല്ല, ബലി പെരുന്നാളാണ്. അന്ന് ബലി അറുക്കുന്ന പെരുന്നാളാണ്. ആ ബലി ദിനത്തിൻ്റെ അന്ന് സുബഹിക്ക് മുമ്പ് തന്നെ അവർക്കൊക്കെ താലാബുണ്ടാകും, ചെറിയ ചെറിയ കുളങ്ങളുണ്ടാകും. ആ കുളത്തിൻ്റെ പരിസരത്ത് കൊണ്ടുപോയി കുട്ടികളും മക്കളൊക്കെ കൂടിയിട്ട് ഇവരെ പ്രൗഢിയോടുകൂടെ ഇവരെ അലങ്കരിച്ച് കൊണ്ടുവന്ന ഈ മൃഗത്തെ തേച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ടാണ് അതിനെ പ്രൗഢിയോട് ഉപചാരപൂർവ്വം അള്ളാഹ്ക്ക് ബലി കൊടുക്കുന്നത്. ഇവരെ പേരൊക്കെ വിളിച്ച്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേരൊക്കെ വിളിച്ച് വളരെ മനോഹരമായൊരു ബലിയെറുക്കൽ. അള്ളിമു ലഹായാക്കും, നിങ്ങളെ ഉളഹിയത്ത് മൃഗങ്ങളെ നിങ്ങൾ ആദരിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അന്ന് പറയാണ് അതിൻ്റെ ഗൗരവം. മൻ വജദ സഅതൽ ഉളഹിയ, ഉളഹിയത്ത് അറുക്കാനുള്ള സാമ്പത്തിക ശേഷിയും ശേമുഷിയും നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് കിട്ടി, ഫലൻ യളിഹ, എന്നിട്ട് അയാൾ ഉളഹിയത്തിൽ പങ്കാളിത്തം വഹിച്ചില്ല, ഫലാ യഖറബ മുസല്ലാന, അന്ന് മദീനത്ത് പരിശുദ്ധ റസൂല് പറയാണ് അങ്ങനെയുള്ള ആളുകൾ നമ്മളെ പള്ളിയിലേക്ക് വരണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളിൻ്റെ ചടങ്ങ്, ഒരു കുടുംബത്തിൻ്റെ കൂടെ ഐക്യദാർഢ്യപ്പെടുന്നതിൻ്റെ, പരിശുദ്ധ റബ്ബിൻ്റെ മുമ്പിലേക്ക് ഒരു പിതാവ് സമർപ്പിച്ചു പോയ രക്തപങ്കിലമാകുന്ന കഥയുടെ തൻ്റെ മകനെ ബലി കൊടുക്കേണ്ടതിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു മൃഗത്തെ കൈമാറി അള്ളാഹു ഒരു പ്രവാചകനെ വിജയശ്രീലാളിതൻ, എൻ്റെ അടുത്ത കൂട്ടുകാരൻ എന്ന ഓമനെ പേരിട്ട് വിളിച്ചുപോയ പശ്ചാത്തലം, അങ്ങനെ ഒരു ചരിത്രം അതിൻ്റെ പിറകിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ലയ്യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹ, ആ പിതാവിൻ്റെ വേദനയിൽ നിന്നാണ് അത്രേ ഒരു ചരിത്രം, ഒരു മില്ലത്തായി ആ പിതാവ് മാറുന്നത്. അതുകൊണ്ട് വേദന നമ്മളൊക്കെ മോൾഡ് ചെയ്യാനുള്ളതാണ്. വേദന പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്, ജീവിതത്തിൽ എൻ്റെ ദുഃഖം ഒന്ന് നീങ്ങിക്കിട്ടാൻ എന്താണ് മാർഗം? അല്ലേ? ഇല്ല, ദുഃഖം നമ്മുടെ സഹയാത്രികനാണ്. ദുഃഖം നീങ്ങാൻ ഒരു ചികിത്സ ദുനിയാവിലില്ല. ദുഃഖം നീങ്ങും എപ്പോൾ അറിയോ?
മരണത്തോടുകൂടെ നീങ്ങും. സകല സങ്കടങ്ങളും വഴിമാറുന്നത് മരണത്തോടുകൂടെയാണ്. അതുവരെ നമ്മളെ കൂടെ സഹയാത്രികനായി ആകെയുള്ളതാരാണ്? ദുഃഖമാണ്. വേദന ലഹരി പിടിക്കും. വേദന ഞാനിതിൽ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീ മൃദുരവം ഒഴുകട്ടെ. വേദനയിൽ നിന്നാണ് വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ലോകത്ത് വിജയം നേടിയ മുഴുവൻ ആളുകളെയും ചരിത്രം ഒന്ന് പഠിച്ചു നോക്ക്. അതുകൊണ്ട് സാരി ഗ മ പ ദ നി എന്ന് പറയുന്ന സപ്തസ്വരങ്ങൾ ഒരു മനോഹരമായ പൂക്കുരലിൽ നിന്ന്, മണിവീണയിൽ നിന്ന് ഉതിർത്ത് പുറത്തേക്ക് പരന്നൊഴുകണമെങ്കിൽ അതിൻ്റെ ഹൃദയത്തിലാണ് 7 ദ്വാരങ്ങൾ തുളച്ചത്. ആ ഹൃദയത്തിൽ 7 മുറിവുള്ള ദ്വാരം വീണപ്പോഴാണ് സപ്തസ്വരങ്ങളുടെ സംഗീത സാന്ദ്രമായ ഒരു വെളിച്ചം ലോകത്ത് പരന്നത് എന്ന് പറയാറുണ്ട്. വേദന മനുഷ്യ സഹജമാണ്. ടെൻസ് എന്ന് പറയാറുണ്ട് കാലത്തെപ്പറ്റി. പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ടെൻഷൻ. ടെൻസ് എന്ന് പറഞ്ഞാൽ കാലമാണ്. കാലത്തിൻ്റെ കൂടപ്പിറപ്പാണ് ടെൻഷൻ. അതുകൊണ്ട് മനുഷ്യൻ്റെ കൂടെ ടെൻഷൻ ഉണ്ടാകും. അത് പിരിയണ എപ്പോഴാണ്? മരണത്തോടു കൂടെയാണ്. വേദനയും പരീക്ഷണവും നമ്മളെ ഉയിർക്കൊള്ളാൻ, ഉത്ഥാനത്തിലേക്ക് പോകാൻ പാകപ്പെടുത്തണം എന്ന് ഒരു ഹജ്ജ് നമ്മളെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു നമ്മുടെ ഹാജമാരുടെ മുഴുവൻ ഹജ്ജും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ആക്കി കൊടുക്കട്ടെ. അവരുടെ എല്ലാ ചടങ്ങുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. പരീക്ഷണങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ കാക്കട്ടെ. നമ്മളെ കൂടി അവരുടെ ദുആയിൽ ഉൾപ്പെടുത്താനുള്ള ആ ഒരു തൗഫീഖും ആ ഒരു ഓർമ്മയും അള്ളാഹു അവരിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു മഖബൂലാക്കി കൊടുക്കട്ടെ.